അപ്പൊ ഞാൻ ഈ വീട് വിട്ട് പോവേണ്ടി വരുമല്ലേ? വരും. ഈ നാട്ടില് പെണ്ണായിട്ട് ജനിച്ചാൽ കല്യാണം കഴിയുമ്പോ പെണ്ണിന് ചെറുക്കന്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ. നാട്ടു നടപ്പാ അത്. ഇല്ല, ഈ വീട് നിങ്ങളെന്നും വിട്ട് ഞാൻ പോവില്ല. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം ഞാൻ വേണ്ടെന്ന് വെക്കും. എനിക്ക് പറ്റില്ല, അത് എനിക്ക് പറ്റില്ല. കല്യാണി, നീ എന്തൊക്കെയാ പറയുന്നത്? ദാസേട്ടന്റെ മുഖത്ത് സന്തോഷം നീ കണ്ടതല്ലേ? വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി ഇപ്പൊ മാഡമായിട്ട് നിനക്ക് നോക്കിയിരിക്കുന്നതാ ഈ കല്യാണം. എടുത്തു ചാടി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നല്ല സന്തോഷത്തോടു കൂടി റെഡിയായിട്ട് അവനെ വിളിച്ചോണ്ട് വാ. എന്നോട് മാഡം അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ ചെല്ലട്ടെ. നമസ്കാരം സാർ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം കൃഷ്ണേട്ടാ. ദാസേട്ടന്റെ മുഖം കണ്ടോ? ആള് വലിയ സന്തോഷത്തിലാ. അതെ മാഡം, സന്തോഷം കൊണ്ട് ദാസിന്റെ മനസ്സ് നിറഞ്ഞിരിക്കുക. അമ്മയില്ലാത്ത എന്റെ കുഞ്ഞിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയല്ലേ. ഒരച്ഛൻ ഇതിൽ കൂടുതൽ എന്ത് സന്തോഷാ കിട്ടാനുള്ളത്? ഇതൊന്നും പോരാ ദാസേട്ടാ. കല്യാണം നമുക്ക് ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തണം. ഞാനും ബ്രോയും കുറച്ച് പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അല്ലെങ്കിലും ദാസേട്ടൻ ഭാഗ്യവാനാ. ചുളുവിന് 10 പൈസ ചെലവില്ലാതെ കല്യാണം നടക്കാൻ പോവല്ലേ. അതിനും വേണം ഒരു യോഗമൊക്കെ. വിലാസിനെ, ചേച്ചി എന്തിനാ എന്നെ ശാസിക്കുന്നത്? ഞാനൊരു സത്യം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. മതി. നിന്റെ സത്യം നീ തന്നെ സൂക്ഷിച്ചാ മതി. ആനന്ദേ, രാജീവ് എപ്പോഴാ വരുമെന്ന് പറഞ്ഞേ? 2 മിനിറ്റമേ. ഇപ്പൊ വിളിച്ചിരുന്നു. ഇതായിട്ട് ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രാജീവ് ഇരിക്ക്. രാജീവ് ഇരിക്ക്. രാജീവേ, രാജീവിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തിരക്കിയറിഞ്ഞു. ഇനിയിപ്പോ ബന്ധുക്കളില്ലാന്നുള്ള വിഷമമൊന്നും വേണ്ട. ഞങ്ങൾ എല്ലാരും ഉണ്ട് കൂടെ. താങ്ക് യു മാഡം. ഇത്രയും നാളും ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കിട്ടാനാണെന്നാണ് കരുതിയിരുന്നത്. ഇപ്പൊ മനസ്സിലായി, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന്. രാജീവിനോട് എന്തെങ്കിലും ചോദിക്കാനോടേക്ക് ചോദിക്കും. അയ്യോ, വേണമെന്നില്ല. സന്തോഷം കൊണ്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല, അതാ. ദാസേട്ട സംസാരിക്കണ്ട. ഇനി കല്യാണിക്ക് ഒരു കുറവും വരാതെ രാജീവ് നോക്കിക്കോളും.
ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയിലെ സ്റ്റാഫായി അയാളിപ്പോ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ. പോടാ, ഇനി നീ പറഞ്ഞിട്ട് വേണം ദാസ് അത് മനസ്സിലാക്കാൻ. നീ ജനിക്കും മുമ്പേ ദാസ് കാണുന്നതാ നമ്മുടെ കമ്പനി. ദാസേ, നിങ്ങൾ പോയി കല്യാണി വിളിക്കും. ആ ശരി സാർ. രാജീവേ, കല്യാണിയാണ് നമ്മുടെ പെൺകുട്ടി, അറിയാലോ. അവള് രാജീവിന് നന്നായിട്ട് ചേരും. അന്ന് ഡിന്നറിന് വന്ന സമയത്ത് തന്നെ നിങ്ങളെ രണ്ടുപേരും കൂടെ കണ്ട് നല്ല ചേർച്ചയുണ്ടെന്ന് തോന്നിയിട്ട് അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്ത്. ഡൈനിങ് ടേബിളിൽ വെച്ച് ഒരു കല്യാണം ഉറപ്പിച്ചോ? വിലാസിനി, നീ സൂക്ഷിച്ചോ. നീ ഇവിടെ പലതും അറിയുന്നില്ല ഇപ്പൊ. മോളെ, അനുഗ്രഹം വാങ്ങിക്കേ. നന്നായിരിക്കട്ടെ. ആ കല്യാണി, രാജീവിന് ചായ എടുത്തു കൊടുക്ക. ഇങ്ങനെ തലകുനിച്ച് നിന്നാലേ എങ്ങനെയാ ചെറുക്കനെ കാണുന്നേ? കല്യാണി, ഒന്ന് തല ഉയർത്തി നോക്ക്. ഒന്നുമില്ലെങ്കിലും അഖിലേച്ചിയുടെ സെലക്ഷൻ അല്ലേ? രാജീവിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി മാഡം. ഗേൾ. ഇവളെ കൺഗ്രാറ്റുലേഷൻ. രാജീവേ, കല്യാണിയെ പോലൊരു പെണ്ണ് കിട്ടാൻ ഭാഗ്യം ചെയ്യണം. യു ആർ ലക്കി. താങ്ക് യു സർ. ആ, ഇനി രാജീവിനെ കല്യാണിക്ക് ഇഷ്ടമാണോന്ന് അറിയണ്ടേ? കല്യാണി, നീ പറ, രാജീവിന് ഇഷ്ടമായോ നിനക്ക്? രാജീവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യമില്ല പാവം കല്യാണിക്ക്. അതാ ഇങ്ങനെ തല കുനിച്ചിരിക്കുന്നത്. ഇവളെന്തിനാ ഇത്ര ആലോചിക്കുന്നത്? ഏതായാലും ഒരു നമ്പർ ഇറക്കി നോക്കാം. കല്യാണി, എല്ലാവരും ചോദിക്കുന്നത് കേട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിലേ ദേ ഇങ്ങനെ ഒന്ന് കാണിക്കും. ഇനി അതല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ദേ ഇങ്ങനെ കാണിച്ചാലും മതി. നീ ഇങ്ങനെ ഒന്നും മറുപടി പറയാതിരുന്നാലോ? മനസ്സിലെന്താന്ന് വെച്ചാ പറഞ്ഞു കല്യാണി.
ആലോചിച്ചത് ഞാനാണെങ്കിലും ഇവിടെ നിന്റെ ഇഷ്ടമാണ് പ്രധാനം. കല്യാണി ചോദിച്ചു കേട്ടില്ലേ മോളെ, മറുപടി പറയേ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പബ്ലിസിറ്റി ഡിസൈനർ സ്വന്തം ഭാര്യയെ ഇനിയും അടുക്കള ജോലിക്ക് പറഞ്ഞേക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടക്കാത്ത കാര്യവും അത്. മാഡം, പറഞ്ഞു കല്യാണി. മാഡം, എനിക്ക് കല്യാണം എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. കൊള്ളാം, പൊളിച്ചു. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ കല്യാണം വേണ്ട. അച്ഛൻ എന്നോട് പൊറുക്കണം. എനിക്ക് ഈ കല്യാണം വേണ്ട. വേണ്ടാന്നോ? കല്യാണമേ വേണ്ടെന്നാണോ അതോ ഈ കല്യാണം വേണ്ടെന്നാണോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. എനിക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് അത്രേ അറിയൂ. അങ്ങനെ പറയാൻ പറ്റില്ല. നീ എന്തൊക്കെയായി പറയുന്നതെന്ന് നീ മനസ്സിലാക്കിയേ പറ്റൂ. മനസ്സിലാക്കേണ്ടത് അച്ഛൻ എന്നെയാ. എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ. പറ്റുമെങ്കിൽ എന്നൊന്ന് മനസ്സിലാക്ക്. ശല്യം. എന്ത് പറഞ്ഞടി? എഴുന്നേൽക്കടി, എഴുന്നേൽക്കാൻ. എഴുന്നേൽക്ക്. ദാസേട്ടാ വേണ്ട. ദാസേട്ടൻ നിർത്ത്. എന്തായി കാണിക്കുന്നേ? അറിയാം മാഡം, അറിയാം. പ്രായപൂർത്തിയായ പെണ്ണെ തല്ലുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ ഇവളെ പോലുള്ളവരെയൊക്കെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക വേണ്ടത്. അത് ചെയ്യാനും ഞാൻ തയ്യാറാ. കല്യാണി, എന്തു പറ്റി നിനക്ക്? ഈ കല്യാണം വേണ്ടെന്ന് പറയാൻ കാരണം? ഒരു പെണ്ണ് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ ആർക്കാ മനസ്സിലാവാത്തെ? ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല, അത്ര തന്നെ. വിലാസിനി, നീ ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊന്നും ഉണ്ടാക്കണ്ട. കൃഷ്ണേട്ടൻ കേട്ടില്ലേ? ഒട്ടെ പിടിച്ച് മെത്തി വച്ചാലും അത് കിടക്കില്ല. എന്റെ രക്തം കൊടുത്ത് ഇവളുടെ ജീവൻ രക്ഷിച്ചതിൽ എനിക്കിപ്പോ കുറ്റബോധം തോന്നുന്നു. കല്യാണി, നിനക്ക് എന്തു പറ്റി? വേണ്ട വലിയ കുഞ്ഞെ, അവളെ വിട്ടേക്ക്. ഇത് നന്നാവുന്ന ജന്മമല്ല. ഇവൾ ആശുപത്രി ചാവാൻ കിടന്നപ്പോ ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൂടെ ചാവാൻ നിന്നവരാ ഞാനും എന്റെ മോനും. ജീവിതം തിരിച്ചു കിട്ടിന്ന് വന്നപ്പോ ഞങ്ങളെ കൊല്ലാൻ നോക്കുക ഇവള്. ഇനി ദാസ് ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്റെ മക്കൾക്ക് ഞാനിപ്പോ ഒരു ഭാര. ഞാൻ പോവാ. അവസാനത്തെ പോക്കായത്. എന്നെ തിരക്കി പിന്നാലെ വരരുത് നീ. അച്ഛാ, അച്ഛാ, ചേച്ചി, എന്തോ ചേച്ചി? എന്തു പറ്റി മോളെ? കല്യാണി, നീ എന്താ പകൽക്കിനവാണോ? ദാസേട്ടോടെ എടുത്തേക്കല്ലേ? എന്താ കല്യാണി ഇത്? നിനക്ക് വേണ്ടി ചേച്ചിയും ആനന്ദും കൂടി കണ്ടെത്തിയ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോ അച്ഛാന്ന് വിളിച്ച് കൂവുന്നോ? അച്ഛന്റെ അല്ല, നിന്റെയാ കല്യാണം. അതോർത്തിട്ട് തീരുമാനം പറഞ്ഞാ മതി. വിലാസിനെ, എടുത്തടിച്ച പോലെ മറുപടി പറയാൻ ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ജീവിതം ആലോചിച്ച് വേണം എന്ത് തീരുമാനവും എടുക്കാൻ. കല്യാണി, നീ ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി. എനിക്കൊന്നും ആലോചിക്കാനില്ല. മാഡത്തിന്റെയും അച്ഛന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം.
വെരി ഗുഡ്. അപ്പൊ ഇനി കല്യാണം. കല്യാണി, മാഡം, കല്യാണി, ഞാൻ പറഞ്ഞതുപോലെ നിന്റെ കല്യാണം ഒരു കുറവും വരുത്താതെ ഗ്രാൻഡായിട്ട് നടത്തും. ദാസേ, ജോൾസനെ വിളിക്കും. കല്യാണത്തിന് നല്ല ദിവസം കുറിക്കണം ഉടൻ തന്നെ. ഓ ശരി സാർ. ഇതെന്താ ഇവിടെ? എന്തോ കുരുക്കായിട്ടാണല്ലോ പൂതനയുടെ വരവ്. എന്തു പറ്റിയാളേമ്മ? ആകെ ഒരു ടെൻഷനാണല്ലോ മുഖത്ത്. ടെൻഷനുണ്ട്. നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഫോണിൽ വിളിച്ചിട്ട് നീ എടുത്തതുമില്ല. ആ, എളേമ്മ വിളിച്ചിരുന്നു അല്ലേ? അത് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനൊപ്പം ഓടിയെത്തണ്ടേ? ചെറിയ കളി പോരാ, വമ്പൻ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയാലേ അത് നടക്കൂ. അല്ലേളേമ്മ, ടെൻഷൻ കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ. ആ, ഇവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ നടന്നു. കല്യാണിയുടെ കല്യാണി ഏകദേശം ഉറപ്പിച്ച മട്ടില. രക്ഷപ്പെട്ടു. അങ്ങനെ ആ ദുരന്തം ഒഴിഞ്ഞു കിട്ടുന്ന അർത്ഥം. അവളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ടെൻഷനാ. ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്തവനാ ഈ അരവിന്ദ്. അവന്റെ മനസ്സിന് എപ്പോ വേണമെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടാവും. അതെനിക്ക് പേടി. അത് നീ കാര്യം ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാ. അവളെ കെട്ടാൻ പോകുന്നത് ആരാന്നറിയോ നിനക്ക്? അറിയില്ല. ആരാള്? രാജീവ്, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ പബ്ലിസിറ്റി ഡിസൈനർ. ഒരിക്കൽ അവനിവിടെ ഡിന്നർ കഴിക്കാൻ വന്നിരുന്നു. അന്ന് നന്ദന ഇവിടെ ഉണ്ടായില്ല. അതിനെന്താ ഇളയമേ, ആരും ആവട്ടെ, നമുക്ക് ശല്യം ഒഴിഞ്ഞിട്ടൂന്ന് വിചാരിച്ചാ പോരെ? പോരാ. അവന് മാസം 1 ലക്ഷം രൂപയാ ശമ്പളം. അതാ ഒരു പ്രശ്നം. നിനക്കറിയോ, ശത്രുവിനെ നാടുകടത്തുമ്പോ പോലും നിരായുധനായിട്ട് വേണം അതിർത്തി കടത്താൻ. സമ്പത്തോ സന്നാഹമോ ഒരുക്കാനുള്ള ഒരു പഴുതും വിട്ടുകൊടുക്കരുത്. അങ്ങനെ ഉണ്ടായ ശത്രു പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരും. അതാണ് രാജതന്ത്രം. ഒപ്പം നീ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കല്യാണം തൃച്ചംബരത്തെ കല്യാണമായിട്ടാ നടത്താൻ പോകുന്നു എന്നുള്ളതാ. എന്നുവെച്ചാ ഞാനും നീയും അനുഭവിക്കാനുള്ള ലക്ഷങ്ങൾ ചെലവാക്കി അടുക്കളക്കാരിക്ക് കല്യാണം നടത്തുന്നു എന്നർത്ഥം. അത് അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ? നീ തന്നെ പറ. ശരി, എനിക്ക് മനസ്സിലായളേമ്മ. കല്യാണിയായി ഇവിടുന്ന് പറഞ്ഞയക്കണം. എനിക്കും ഇളയമ്മയ്ക്കും അവകാശപ്പെട്ട ഒരു തരി സമ്പത്ത് പോകാതെ. അതല്ല ഇളയമ്മ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അതെ, അതിനി ഒരു മാർഗമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ഈ കല്യാണം മുടങ്ങണം. ഈ കല്യാണം മുടങ്ങണം. നമ്മൾ മുടക്കണം. നീ എന്തു പറയുന്നു? അതെങ്ങനെ ശരിയാവും? കല്യാണം ഇവിടുന്ന് പോണ്ടേ? അതിന് കല്യാണം നടന്നല്ലേ പറ്റൂ? തെറ്റ്. കല്യാണം നടന്നാലും കല്യാണി തൃച്ചംബരത്ത് നിന്നും പോകുന്നില്ലെങ്കിലോ? പോവില്ലേ എന്ന് പറഞ്ഞ? അതെ, കല്യാണിക്ക് ആലോചിച്ചു വെച്ചിരിക്കുന്ന രാജീവ് ബന്ധുക്കളൊന്നും ഇല്ലാത്തവനാ. മാത്രമല്ല, ലക്ഷങ്ങൾ സാലറിയുള്ള ജോലി കൊടുത്തതിന് തൃച്ചംബരത്തോട് വിധേയപ്പെട്ടവൻ. അതിനോടൊപ്പം തൃച്ചംബരത്ത് പാചകക്കാരിയായി തുടരണമെന്ന് കല്യാണി ശാഠ്യം കൂടി പിടിച്ചാലോ? പിന്നെ നമ്മൾ കൂട്ടുകക്ഷി സഖ്യം ചേർന്നാലും ഒരിക്കലും കല്യാണിയെ തൃച്ചംബരത്തുനിന്ന് പുറത്താക്കാൻ പറ്റില്ല. ഒരിക്കലും. ഓ,
അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ഇക്കാര്യത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്ത് വില കൊടുത്തും ഈ കല്യാണം മുടക്കിയേ പറ്റൂ. ഞാൻ റെഡിയാണ്. ഏലം ഒരു കാര്യം ചെയ്യും, കല്യാണം മുടക്കാൻ ഒരുപാട് തിരക്കഥ എഴുതി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. മാത്രല്ല ഫോട്ടോ അടക്കമുള്ള ട്വിസ്റ്റുകൾ കൊണ്ടുവരാനുള്ള അപാര കഴിവുണ്ട്. ഒരു ബെസ്റ്റ് പ്ലാൻ കൂടി റെഡിയാക്ക്. ഞാനിപ്പോ വരാവേ, 1-2 ഫോൺ കോൾസ് ചെയ്യാനുണ്ട്. എന്റെ മേലാങ്കോട്ട് ഭഗവതി, ഇവളെല്ലാം അറിഞ്ഞിട്ടാണോ ഈ കളിക്കുന്നേ? അയ്യോ, അങ്ങനെയാണെങ്കിൽ കല്യാണിയെക്കാളും ആദ്യം ഔട്ടാവാൻ പോകുന്ന ഞാനായിരിക്കും.